ഹായ് വെൽക്കം ഓൾ. അപ്പം നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് എപ്പിസോഡാണ് കേട്ടോ എയർകാർട്ടിൽ. അപ്പോൾ എല്ലാ പെട്ടിയും പാക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് അവിടെ കുറേ പ്ലേറ്റ് കഴുകാൻ വേണ്ടി ബാലൻസ്. രാത്രി കഴുകി വെക്കാത്തതുകൊണ്ട് അവൻ തന്നെ പറഞ്ഞു ഞാൻ കഴുകാമെന്ന്. പിന്നെ കഴുകാമെന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ എന്തിനു വേണ്ടാന്ന് പറയണം. അതുകൊണ്ട് ആരും വേണ്ടാന്നൊന്നും പറഞ്ഞില്ല. എല്ലാവരും അത് നോക്കി ചുറ്റും നിൽക്കുകയല്ലാതെ അവനും ആരും ഹെൽപ്പ് ചെയ്തില്ല. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പം തന്നെ നല്ലപോലെ ലേറ്റായി. സോ എങ്ങോട്ടാ ഫസ്റ്റ് എന്നൊന്നും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല. ടൈമില്ല പോലെ പോവാ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങളെല്ലാം അവിടെ നിന്ന് റെഡിയായി നേരെ വണ്ടിയിൽ കയറി. എന്നിട്ടാണ് കേട്ടോ പ്ലാൻ ചെയ്തത്. അപ്പോൾ ആ ഡ്രൈവറായിട്ടും പറഞ്ഞു നമുക്ക് ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട് ഇവിടെ അടുത്ത്, അവിടെ ഫസ്റ്റ് പോവാമെന്ന്. പക്ഷേ ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. കാരണം ഈ മൂന്നാർ, ഊട്ടി അവിടെ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ ചോക്ലേറ്റിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ ആ ഡ്രൈവറായിട്ടും പറഞ്ഞു എനിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഒരു 1/2 kg ചോക്ലേറ്റ് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ് പോയത്. അവിടെ പോയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ ചോക്ലേറ്റ് അല്ല, ഇത് കുറച്ചുകൂടി നല്ല ടേസ്റ്റുള്ള ചോക്ലേറ്റാണ്. അതിനുവേണ്ടി അവരൊരു സാമ്പിൾ നമുക്ക് തരേണ്ടായിരുന്നു. ഈ ഹോട്ട് ചോക്ലേറ്റ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അത് മിൽക്ക് മെയ്ഡ് ചൂടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും, സെയിം അതേ ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഫ്രീ ആന്ന് പറഞ്ഞപ്പം ഞങ്ങളെല്ലാവരും ഓരോ കപ്പ് വാങ്ങിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ചോക്ലേറ്റ് വാങ്ങാൻ തന്നെ തീരുമാനിച്ചു. അവിടെ നിന്ന് ഇതാണ് കേട്ടോ അവരുടെ ഷോപ്പ്. ആക്ച്വലി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട്, വൈറ്റ് ചോക്ലേറ്റ് ഉണ്ട്, പിന്നെ അതിൽ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്തതുണ്ട്, വിത്തൗട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചോക്ലേറ്റ്സ് അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ. പിന്നെ അവൻ്റെ മേക്കിങ്ങും അവിടെ തന്നെ ബാക്കിലുണ്ട്, അതും കൂടി നിങ്ങൾക്ക് കാണാമെന്നൊക്കെ പറഞ്ഞു. ചോക്ലേറ്റ് മാത്രമല്ലായിരുന്നു അവിടെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചിപ്സ്, ചക്കവറ്റൽ, അങ്ങനെ കുറേ സ്നാക്സും വേറെ ഐറ്റംസും ഉണ്ടായിരുന്നു അവിടെ തന്നെ. പിന്നെ അവിടെ കുറേ വൈന്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഹണി, അച്ചാർ, കുറേ സ്നാക്സ്, എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പിന്നെ അതൊന്നും ട്രൈ ചെയ്തില്ല. ഈ ഷോപ്പിൻ്റെ ബാക്കിൽ തന്നെയാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. ആ പ്ലേസും കൂടി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഞങ്ങളെയും കൊണ്ട് അവർ പോവാണ് കേട്ടോ, ആ പ്ലേസ് കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങളെല്ലാവരും വിചാരിച്ചു എങ്ങനെയാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുക എന്നൊക്കെ അറിയാമെന്ന് വിചാരിച്ച് ഞങ്ങളും അങ്ങോട്ടേക്ക് നടന്നു. എന്നിട്ട് ബാഗിൽ തന്നെ ഒരു ചെറിയ വേറെ എന്തോ ഒരു സ്പേസ് കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെയൊന്നും പോയില്ല, ഡയറക്റ്റ് നേരെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ കയറി ചെന്നപ്പോഴാണ് അവിടെയും സാമ്പിൾ ഉണ്ടെന്ന് പറഞ്ഞത്. താഴത്തെ സാമ്പിളെ എൻ്റെ കയ്യിലും കഴിച്ചു കഴിഞ്ഞില്ല. പിന്നെ വേഗം അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടുത്തെ ചോക്ലേറ്റ് വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് അവിടെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതൊന്നും കാണാൻ പറ്റില്ല, കാരണം ഫുഡ് കഴിക്കേണ്ട ടൈമായി. അപ്പോൾ അവരൊക്കെ ഫുഡ് കഴിക്കാൻ പോയി എന്നാണ് ആ ചേച്ചി പറയുന്നത്. டார்க் சாக்லேட்னா ஃபுல்லா கொக்கோ வரும், சுகரு, பட்டரு மூணும் போட்டு டபுள் பாயிலிங், கீழே ஹாட் வாட்டர், மேலே வந்து மெல்ட் ஆகுது, மிக்ஸ் ஆகுது, பாயில் ஆகுதுன்னா மிஷினில் ரெடி ஆகும். ட்ரேக்கு மாற்றி விட்டோம்னா இங்கே கிளைமேட்கே ஃப்ரீஸ் ஆயிரும். சாக்லேட்ல பேஸே இது 3 தான். டார்க்கு, ஒயிட்டு, மில்க்குன்றது பேஸு. டார்க்னு எடுத்திங்கன்னா ஃபுல்லாக கொக்கோ வரும், ஒயிட்டுனா ஃபுல்லாக மில்க். இது 2 மிக்ஸ் ஆகுது நார்மல் சாக்லேட்டு. சாக்லேட் வயசு எடுத்திங்கன்னா இது மில்கி பார் டேஸ்ட் வரும், இது டேர் மில்க் டேஸ்ட் வரும், இது டார்க் ஃபேண்டசி டேஸ்ட் வரும். இதில் வந்து கேஷ்யூ ஆல்மண்டு, கிரன்ச்சி, வேர்க்கடலை, தூள் முந்திரி, பட்டர் ஸ்காட்சின்னு போட்டு வெரைட்டி ரெடி பண்ணுறோம் மேலே டாப்பிங் பண்ணி. அவ்வளோதான். கிளைமேட்டுக்கு 1/2 an hour ஃப்ரீஸ் ஆயிரும் ஆட்டோமேட்டிக்காக. அதுதான் மெயின் ரீசன் நம்ம சாக்லேட் பண்ணி பண்ணுங்க. வராது, எங்களுக்கு தனி ட்ரிக் இருக்குதுல்ல. பிஸ்னஸ் வேற, வீடு வேற. ஆமாவா இல்லையா? இதனோட சாம்பிள் இல்லையா? இதுக்குள்ள என்ன போடுறீங்க? சின்னதா ரைஸ் பால், அந்த மஞ்ச் சாக்லேட்ல சாப்பிட்டீங்கன்னா ஸ்வீட்டியா இருக்கும்ல. അവിടെ ഉണ്ടായിരുന്ന ചേച്ചി ഞങ്ങൾക്ക് നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു കേട്ടോ, ഈ ചോക്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കുക, ഇതെങ്ങനെ ഫ്രീസ് ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞ് ആ ചേച്ചി നല്ലപോലെ തന്നെ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. പിന്നെയും ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ആ ചോക്ലേറ്റും കൂടി ടേസ്റ്റ് ചെയ്യണം പറഞ്ഞപ്പോൾ ആ ചേച്ചി കട്ട് ചെയ്ത് തരുമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പീസ് തന്നു കേട്ടോ, അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
മനീഷ് ചേച്ചിയായിരുന്നു ഫസ്റ്റ് തന്നെ ആ ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്തത്. എന്തായാലും അടിപൊളി എന്നാണ് മനീഷ് ചേച്ചി പറയുന്നത്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ എന്തായാലും ചോക്ലേറ്റ് വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഏത് ചോക്ലേറ്റ് വാങ്ങുന്നതിൽ കൺഫ്യൂഷനിലായിരുന്നു ഞങ്ങൾ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഈ ചോക്ലേറ്റ് ഒക്കെ ഷെയർ ചെയ്ത് കഴിച്ച് അത് കഴിഞ്ഞ ശേഷം പിന്നെയുള്ള ക്വസ്റ്റ്യൻ ഏത് ചോക്ലേറ്റ് വാങ്ങണം എന്നില്ലായിരുന്നു. ചിലവർക്ക് വൈറ്റാണ് ഇഷ്ടപ്പെട്ടത്, ചിലവർക്ക് ഡാർക്ക് ചോക്ലേറ്റാണ് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ചോക്ലേറ്റ് ആയിരുന്നു ഇഷ്ടപ്പെട്ടത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ആ ഷോപ്പിൽ പോയിട്ട് തീരുമാനിക്കാം ഏത് ചോക്ലേറ്റാണ് വാങ്ങണ്ടേ എന്ന് വിചാരിച്ചു. മഞ്ജു സീരിയസ് ആയിട്ട് ആലോചിക്കുകയാണ് ഏത് ചോക്ലേറ്റാണ് വാങ്ങണ്ടേന്ന്. എക്സാമിന് പോലും അവളിങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവില്ല. അത് കഴിഞ്ഞ് ഇച്ചൂസിന് ഏത് ചോക്ലേറ്റ് ഇട്ടാലും ഓക്കെയാണ്. അവൾ വേഗം ഒരു ഡാർക്ക് ചോക്ലേറ്റ് എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയും ഞാനത് എടുത്തപ്പോൾ അത് വേണ്ട, അത് എൻ്റെ കയ്യിലുണ്ട്, നമുക്ക് വേറെ ചോക്ലേറ്റ് വാങ്ങാമെന്നാണ് അവള് പറയുന്നത്. അവൾക്ക് ആ കാണുന്നത് മൊത്തം വാങ്ങണമെന്നുണ്ട്, പക്ഷെ ഞങ്ങൾ അതെല്ലാം ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ല, കുറച്ച് മിക്സ് ചെയ്ത് വാങ്ങിച്ചു കൊടുത്തു. അപ്പോഴാണ് മഞ്ജു ഒരു കൊട്ടയിൽ ഫുൾ ചോക്ലേറ്റ് ആയിട്ട് നിൽക്കുന്നത്. മഞ്ജുവിനോടപ്പം ചോദിച്ചു, ഇത് വീട്ടിലേക്ക് തന്നെയാണോ ഇത് ഫുള്ള്, അല്ലെങ്കിൽ വല്ല ബിസിനസ് ചെയ്യാനാണോ എന്നാണ് സോനു ചോദിക്കുന്നത്. കാണില്ല, കണ്ണ് കാണില്ല. അയ്യോ അങ്ങനെ വെച്ച് മാമട്ടരാ. ആ ഓക്കെ റെഡി. അവളെ പിടിച്ചു. ആ കാണാ. ഓക്കെ റെഡി. പുലിയോടി ഇങ്ങനെ പോന്നക്ക് പോവും. മാമ പിടിച്ചു. അയ്യോ ഓ റോഡിലിരിക്കുന്ന ആൾക്കാരെ പഠിപ്പിക്കോ? ഇപ്പൊ കേറി നീ പഠിപ്പിക്കും. നീ മേഘമാരെ പഠിപ്പിക്കും. നീ മാസ്ക് നടന്നോട്ടെ. മനീഷിനെ പഠിപ്പിച്ചാ ഓ റോഡിലുള്ള ആളിനെയാ. ബോട്ട് പുലി എവിടെ? പിന്നെ ഞങ്ങൾ ചോക്ലേറ്റൊക്കെ വാങ്ങിച്ച് അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിട്ടോ. അപ്പോഴാണ് ഇച്ചൂസ് ആ പുലീൻ്റെ മാസ്ക് കാണുന്നത്. സോ അത് വേണമെന്ന് പറഞ്ഞായിരുന്നു അടുത്തത്. പിന്നെ ഞങ്ങൾ വാങ്ങിച്ചെടുത്തു. പിന്നെ അവൾ വണ്ടിയിൽ ഫുൾ അത് തന്നെ ഇട്ട് എല്ലാവരെയും പേടിപ്പിക്കുകയായിരുന്നു ആള്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി പോകുന്നത് ബോട്ടിങ്ങിനായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മഴയൊക്കെ പോയിട്ടോ. അപ്പോൾ മഴയുണ്ടെങ്കിൽ ആക്ച്വലി ബോട്ടിങ് പറ്റില്ലായിരുന്നു. ഞങ്ങൾ വിചാരിച്ച് ചെയ്യാൻ പറ്റില്ല എന്ന്. എന്നാലും മഴ പോയതുകൊണ്ട് ഓക്കെ. ഇച്ചൂസിന് പിന്നെ അവിടെ ചുറ്റും കാണുന്ന ഐറ്റംസിനോടായിരുന്നു കൂടുതൽ താല്പര്യം. അവൾക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ നൈസായിട്ട് അവളെ കൊണ്ടുപോകാൻ നോക്കി. ഇച്ചൂസ് ശ്രദ്ധ മാറ്റാൻ നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊന്നും കാണണ്ട, ഞാൻ പറഞ്ഞ സാധനം എനിക്ക് ഫസ്റ്റ് വാങ്ങിച്ചതാ അമ്മാന്ന്. ഞാനിത് ആ ക്യാമൽ നോക്കിച്ചു, അവിടെ ഹോസ് ഉണ്ട് അതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും അവൾക്ക് ഒരു റിയാക്ഷനും ഇല്ല. അവൾ ഓൾറെഡി ഞാൻ കയറിയതാണ്, അതുകൊണ്ട് എനിക്കിതൊന്നും വേണ്ട, ഞാൻ പറഞ്ഞത് വാങ്ങിച്ചതാന്നും പറഞ്ഞ് അവളുടെ അച്ഛനെയും വിളിച്ച് ഇച്ചൂസ് പോവാണ് കേട്ടോ. അവരോട് പറഞ്ഞു, നിങ്ങൾ നടന്നോ, ഞങ്ങളിത് വാങ്ങിച്ചു കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരെയും കൂടി ഇച്ചു പറഞ്ഞ സാധനം വാങ്ങാൻ വേണ്ടി പോയിട്ടോ. പിന്നെ ഇച്ചൂസ് അതൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് ഞങ്ങളും പോയത്. ഇവിടെ ബോട്ട് ഹൗസിലേക്ക് കയറാൻ വേണ്ടി സെപ്പറേറ്റ് എൻട്രി ടിക്കറ്റ് എടുക്കണം കേട്ടോ. ബോട്ടിങ്ങിന് വേറെ എടുക്കണം, പിന്നെ ഇതിൻ്റെ എൻട്രി വേറെ ടിക്കറ്റ് എടുക്കണം. അഡൽട്ടിന് 10, ചിൽഡ്രൻസിന് 5 രൂപ, അങ്ങനെ ഓരോന്നിന് ഓരോ റേറ്റ്സ് ആയിരുന്നു. ഞങ്ങളിവർ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവുന്നൊക്കെ വിചാരിച്ചിട്ടാണ് കയറി ചെന്നത്. നോക്കുമ്പോൾ അവിടെ ഒരു ഗ്രൂപ്പായി നിന്ന് ഭയങ്കരമായിട്ട് എന്തോ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഡിസ്കഷൻ നോക്കിയപ്പോഴാണ് മനസ്സിലാക്കി പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ എല്ലാവരും ഫോൺ നോക്കി നിൽക്കായിരുന്നു. പിന്നെ പോയി വേഗം ടിക്കറ്റൊക്കെ എടുത്തത്. ഇവിടെയാണ് എൻട്രി ടിക്കറ്റ് എടുക്കേണ്ടത് കേട്ടോ. പിന്നെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ ഉള്ളിലേക്ക് കയറി. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഏത് ബോട്ടിൽ കയറുന്നില്ല കൺഫ്യൂഷൻ ആയിരുന്നു അടുത്തത്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചു പെഡൽ ബോട്ട് ചെയ്യാമെന്ന്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഡിസൈഡ് ചെയ്ത് ടിക്കറ്റ് എടുക്കാൻ പോയി. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ബോട്ടിൽ കയറേണ്ട സ്ഥലത്ത് വന്നപ്പോഴാണ് പറയുന്നത് ഇച്ചൂസിന് അലൗഡ് അല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തതാണല്ലോ എന്ന് പറഞ്ഞു ചെറിയ കുട്ടിയല്ലേ, അതുകൊണ്ട് അലൗഡ് അല്ല, കുറച്ചുകൂടി വലുതായാലേ നമുക്ക് ബോട്ടിൽ കയറ്റാൻ പറ്റില്ലോ കുട്ടികളെ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞ് ടിക്കറ്റൊക്കെ പോയി മാറ്റി ഞങ്ങൾ രണ്ടുപേരും മാത്രം ഈ തുഴഞ്ഞു പോകുന്ന ബോട്ടിലേക്ക് കയറാൻ തീരുമാനിച്ചു. ഇത് ഈ ഏട്ടൻ തുഴയുന്നുണ്ട്, പിന്നെ ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, വെറുതെ ഇരുന്നാൽ മതിയല്ലോ. അപ്പോഴാണ് കുട്ടു മേഘയും അത് വരുന്നുണ്ടായിരുന്നു. മേഘ അത് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞാൽ കുട്ടു അത് ഇങ്ങോട്ട് തിരിച്ചു. രണ്ടാൾക്കും ചവിട്ടാൻ വയ്യായിരുന്നു. പിന്നെ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ രണ്ടാളും കൂടി നല്ലപോലെ ചവിട്ടാൻ തുടങ്ങിയിട്ടോ. അങ്ങനെ ഞങ്ങളും വേഗം ബോട്ടിൽ കയറിട്ടോ. ഞങ്ങളുടെ കൂടെ ഒരു 5-6 പേര് കൂടി എക്സ്ട്രാ ഉണ്ടായിരുന്നു. അത് വേറൊരു ഗാങ് ആയിട്ട് വന്നതാണ്. പിന്നെ ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, വെറുതെ ഇരുന്നാൽ മതിയല്ലോ, തുഴയുന്നത് വേറൊരു ഏട്ടനാണല്ലോ.
പാവായേട്ടൻ അയ്യേട്ടൻ്റെ 2 കൈ നല്ലപോലെ വേദനയ്ക്കുണ്ടാവും. ഇതാണെങ്കിൽ 30 മിനിറ്റ്സ് ഉണ്ട്. അത്ര നേരം അയ്യേട്ടൻ നല്ലപോലെ തുഴയണം. ഇതാണ് കേട്ടോ അവിടുത്തെ ഒരു വ്യൂ. ആക്ച്വലി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ മഴയുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, അതുകൊണ്ട് നല്ല തണുപ്പായിരുന്നു, വെയിലില്ലായിരുന്നു. സോ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, അതുകൊണ്ട് നല്ല രസമായിരുന്നു കേട്ടോ. വെയിലുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല ബോറായിട്ടുണ്ടാവുമായിരുന്നു, പക്ഷെ വെയിലില്ലാത്തതുകൊണ്ട് നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലപോലെ ഇത് ഇഷ്ടപ്പെട്ടു. അപ്പോഴാണ് ഇതാ 2 പേര്, എനിക്കൊന്നും വയ്യ, ഇത് ആരെങ്കിലും ഒന്ന് ചവിട്ടി നീക്കി തരുമോന്നില്ല ഭാവത്തിൽ 2 പേരും കൂടി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ രാകേഷ് നല്ല പോലെ ചവിട്ടാൻ തുടങ്ങി. എൻ്റെ രാവിലത്തെ വർക്കൗട്ട് മിസ്സായി, അതുകൊണ്ട് ഞാൻ നല്ല സ്പീഡിൽ ചവിട്ടുന്നു പറഞ്ഞിട്ടാണ് ആള് ചവിട്ടുന്നത്. അപ്പം അപ്പുറത്തിരിക്കുന്ന ആളെ ചവിട്ടുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് നല്ലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, കാണുന്നൊന്നും ഇല്ലായിരുന്നു. പിന്നെ ആള് വീഡിയോ എടുക്കേണ്ട തിരക്കായതുകൊണ്ട് ഞങ്ങളൊന്നും പറഞ്ഞില്ല. കുട്ടു അവനാണ് ഒട്ടും ചവിട്ടാൻ വയ്യ. ഈ ബോട്ടിനെ ആരെങ്കിലും ഒന്ന് നീക്കി തരുമോന്നാണ് അവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വെള്ളത്തിന്റെ ഒഴുക്കുകൊണ്ട് ബോട്ട് മൂവായി അവിടെ എത്തിയാലേ ഞങ്ങൾ എത്തില്ലോന്നില്ല ഇതിലാണ് കുട്ടു മെയ്യിരിക്കുന്നത്. അപ്പോഴാണ് അടുത്ത ആൾക്കാർ വരുന്നത്. അപ്പം ഞങ്ങൾ ഫോട്ടോ അല്ല വീഡിയോ ആണ് എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് വേഗം ചവിട്ടാൻ തുടങ്ങി 2 പേരും. അവർക്കും മതിയായിട്ടോ, എങ്ങനെയാണ് എൻഡിങ് പോയിന്റിൽ എത്താന്ന് മാത്രമാണ് ഇവരൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് പിന്നെ തുഴയൊന്നും വേണ്ട, ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇരുന്നാൽ മതിയല്ലോ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോയത്. വേറെ സൈഡ് ക്യാമറ തിരിച്ചപ്പോഴാണ് മനസ്സിലായത് മനീഷ് ചേച്ചിയും ചവിട്ടുന്നുണ്ട്. പിന്നെ എങ്ങനെയൊക്കെയോ 2 പേരും കൂടി ചവിട്ടി അവിടെ എത്താൻ നോക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ആ ഒരു ലേക്കിന്റെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർ ഏകദേശം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിറയെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ 30 മിനിറ്റ്സ് ആയതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും നമുക്ക് അടുത്ത ബോട്ട് എത്തുന്നത് വരെ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടു. തിരക്കുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ മൂവ് ആവുന്നുണ്ടായിരുന്നു. 310 ബോട്ട് നമ്പറായി മേഘ. ആ ബോട്ടിനെ എങ്ങനെയെങ്കിലും ഒന്ന് അവിടെ എത്തിക്കുമോന്നില്ല ചിന്തയിലാണ് ആള്. ഒട്ടും മോശമല്ലാതെ തന്നെ ഞങ്ങൾ ഫിനിഷിംഗ് പോയിന്റിൽ എത്തി എന്ന് പറഞ്ഞ് കൈയൊക്കെ കാണിച്ചിട്ട് വരേണ്ട 2 പേരും. അങ്ങനെ 2 പേരും എത്തി. പക്ഷെ രാകേഷിനെയും മനീഷേച്ചിനെയും മാത്രം കാണാനില്ല. അവരുടെ വർക്കൗട്ട് ഇനിയും കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അവരുടെ വർക്കൗട്ടിൻ്റെ ടൈം കഴിഞ്ഞിട്ട് ആൾക്കാരെത്തില്ലോ എന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ വേഗം ഇറങ്ങി സ്നാക്സ് ഒക്കെ കഴിച്ച് നിൽക്കുമ്പോഴേക്കും അവരും എത്തിയിട്ടോ. പിന്നെ ഞങ്ങൾ ടൈമൊന്നും ലേറ്റ് ആയില്ല, ഓൾറെഡി ലേറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ ഇവിടുന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് ഒരു മണിക്കൂർ ട്രാവൽ ഉണ്ട്. സോ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് 7:30 ട്രെയിൻ റിട്ടേൺ. പിന്നെ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്ന കുറേ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ്. അയ്യ ചേച്ചി ചോളമാണ് കേട്ടോ ചൂടാക്കി തരുന്നത്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവിടുത്തെ ഏകദേശം എല്ലാ ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സ്ട്രീറ്റ് ഫുഡ് ആണെങ്കിലും ഞങ്ങൾ ഈ 3 ദിവസം കഴിച്ച ഫുഡ്സൊക്കെ അടിപൊളിയായിരുന്നു. ഇച്ചൂസിന് പിന്നെ എവിടെ പോയാലും നടക്കാൻ വയ്യ. ഇച്ചൂസിന് നടക്കാൻ വയ്യപ്പോൾ അവളുടെ അച്ഛൻ പറഞ്ഞു എനിക്ക് എടുക്കാനും വയ്യ, വേണമെങ്കിൽ തോളത്ത് കയറിക്കോന്നു. അങ്ങനെ ഇച്ചൂസ് പെട്ടെന്ന് തന്നെ തോളത്ത് കയറി. ഇച്ചൂസ് പിന്നെ എന്തോ ടോയ് വാങ്ങാൻ പോയതാണ്. ഇച്ചൂസ് പിന്നെ എവിടെ പോയാലും ടോയ് മസ്റ്റ് ആണല്ലോ. ടോയ് ഇല്ലാതെ അവൾക്കൊരു കളിയും ഇല്ലാതെന്നാണ് അവൾ എപ്പോഴും പറയാറ്. പിന്നെ അവൾക്ക് സ്വീറ്റ് കോൺ ആണ് ഇഷ്ടം. സോ അവൾക്ക് വേണ്ടി ഒരു ഗ്ലാസ്സിൽ സ്വീറ്റ് കോണും ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മാങ്ങ, നെല്ലിക്ക എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാം ഓരോന്ന് വാങ്ങിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാത്തിനും. ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് എന്തൊക്കെയോ കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ പോവാണ് കേട്ടോ. കാരണം ഇവിടെ നിന്ന് ഒരു 1.5 മണിക്കൂർ ട്രാവൽ ഉണ്ട് സേലത്തേക്ക്. അവിടെ പോയിട്ട് വേണം ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്കൊരു 7:45 അങ്ങനെയാണ് ഞങ്ങളുടെ ട്രെയിൻ. ചെന്നൈക്ക് 8:45 9 അങ്ങനെ എന്തോ ആയിരുന്നു അവരുടെ ട്രെയിൻ. പിന്നെ ഇവരാണെങ്കിലും മെല്ലെ ആടി പാടിയിട്ടാണ് വരുന്നത്. ഇച്ചൂസ് ഇപ്പോഴും അവളുടെ അച്ഛൻ്റെ തോളത്ത് നിന്ന് ഇറങ്ങിയില്ല. ഇപ്പം 2 ആളിനെ ആ വണ്ടി ഇടിച്ചേനെ ഒന്ന് ശ്രദ്ധിച്ചില്ലേൽ. പിന്നെ എവിടെ പോയാലും ഈ ഊട്ടി ചോക്ലേറ്റ് കാണും. ഞങ്ങൾ അവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആ വണ്ടീനെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. പിന്നെ വണ്ടി വന്നതും വേഗം കയറി. പിന്നെ വണ്ടി കയറിയത് വിച്ചൂസിൻ്റെ മാമനും കൂടി ഫുൾ ഡാൻസ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വിച്ചൂസ് ഞങ്ങളും കൂടി കളിക്കണം എന്നായി. പിന്നെ ഞങ്ങളും ചെറുതായിട്ടൊന്ന് കളിച്ചു കേട്ടോ.
എണീക്കാനൊന്നും വയ്യ കേട്ടോ. അതുകൊണ്ട് എല്ലാവരും സീറ്റിലിരുന്ന് തന്നെ കുറച്ച് നേരം കളിച്ചിട്ട് പിന്നെ ഒരു നല്ലൊരു ഉറക്കവും കഴിക്കും ഞങ്ങളെല്ലാവരും. അപ്പോഴത്തേക്കും ഞങ്ങൾ താഴെ എത്തി. പിന്നെ വേഗം പോയി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ. ഞങ്ങൾക്ക് ആകെ ഒരു അരമണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ. അരമണിക്കൂറിൽ ഫുഡ് കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങണം. ഇതാണ് കേട്ടോ ഞങ്ങൾ പോയ ഹോട്ടൽ. കയറി ചെല്ലുമ്പോൾ തന്നെ ഫുൾ പുകയായിരുന്നു. എന്താണ് ഇവിടെ എന്തെങ്കിലും തീ പിടിച്ചോ എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു. പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് സാമ്പ്രാണി പുകച്ചതാണ്. അവിടെ നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു. ഹോട്ടൽ എന്തായാലും നല്ല ക്ലീൻ ആയിരുന്നു. അതുപോലെ തന്നെ ഫുഡ് നന്നായി ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. എന്നിട്ട് ഞങ്ങളൊക്കെ ഇരുന്ന് അവിടെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ കുറേ എന്തൊക്കെയോ ഓർഡർ ചെയ്തു കേട്ടോ. പൊറാട്ട, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, ലിവർ ഫ്രൈ, ചെമ്മീൻ, അങ്ങനെ എന്തൊക്കെയോ ഓർഡർ ചെയ്തു, മട്ടൻ. അങ്ങനെ ഞങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചു കേട്ടോ. കാരണം ടൈം കുറവാണ് ഞങ്ങൾക്ക്. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ അടിപൊളി ഫുഡായിരുന്നു. മഞ്ജു ഫുഡ് കഴിക്കാതെ 2 ഫോണും കൈ പിടിച്ചിരിക്കുന്നത് വേറൊന്നും അല്ല കേട്ടോ. എനിക്ക് കയറി കഴിഞ്ഞ് എൻ്റെ ഫോട്ടോസൊന്നും അയക്കാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ ഫോട്ടോസ് അയക്കായിരുന്നു ആൾ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളൊരു ലൈം ജ്യൂസും കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇച്ചൂസ് അപ്പോഴും നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവൾക്ക് പാർസൽ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. കാരണം ഇനി നൈറ്റ് ഇപ്പോൾ ട്രെയിനിൽ പോയാൽ എങ്ങനെയാണ് ഫുഡൊന്നും അറിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ഞങ്ങളുടെ ബാഗൊക്കെ എടുത്ത് ആ ഡ്രൈവറിൻ്റെ അടുത്ത് ബായും പറഞ്ഞ് ഞങ്ങൾ നേരെ അകത്തേക്ക് കയറിയിട്ടോ. അപ്പോഴത്തേക്ക് ഇച്ചൂസ് എണീറ്റിട്ടുണ്ടായിരുന്നു. ഇച്ചൂസിന് പിന്നെ നടക്കാൻ വയ്യാത്തതുകൊണ്ട് അവളുടെ അച്ഛൻ പെട്ടിയിൽ അവിടെ ഇരുത്തിയിട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ കോച്ച് പൊസിഷനൊക്കെ ഏതാന്ന് നോക്കിയിട്ട് പോവാണ്. ട്രെയിൻ കുറച്ച് ലേറ്റാണെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം കുറച്ച് നേരം കൂടി ഒരുമിച്ചിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോഴും ഇച്ചൂസ് വരുന്നില്ലായിരുന്നു കേട്ടോ. അവൾക്ക് തന്നെ അവളുടെ പെട്ടി അവൾ തന്നെ ഉരുട്ടണമെന്ന് പറഞ്ഞിട്ടായിരുന്നു അവൾ. അതെവിടെ പെട്ടി വേറൊരു ഭാഗത്തേക്ക്, ഇച്ചൂസ് വേറൊരു ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവൾക്കാണെങ്കിൽ അത് ഉരുട്ടാനുള്ള ശക്തി പോലും ഇല്ല. എന്നാലും ഞാൻ തന്നെ ഉരുട്ടെന്ന് പറഞ്ഞിട്ടാണ് അവൾ. ഞങ്ങൾ പറഞ്ഞു അച്ഛനും മകളും കൂടി ഉരുട്ടിക്കോ, ഞങ്ങൾ പോവാന്ന് പറഞ്ഞു. ഞങ്ങൾ മുന്നിലേക്ക് നടന്നു. പിന്നെ അച്ഛനും മകളുടെ ഒരു യുദ്ധമൊക്കെ കഴിഞ്ഞു. ഫൈനലി അവൾ എങ്ങനെയൊക്കെയോ ആ പെട്ടിനെ ഉരുട്ടി ഞങ്ങളുടെ അടുത്തേക്ക് എത്തി. അവൾ ഇനി പെട്ടി പോകുന്ന ഡയറക്ഷനിൽ പോയാൽ ശരിയാവില്ല എന്നും പറഞ്ഞ് അവളുടെ അച്ഛൻ പെട്ടീനെ എടുത്തിട്ട് നേരെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അപ്പോഴത്തേക്കും ഇച്ചൂസിന് വിശക്കാൻ തുടങ്ങിയിട്ടോ. ട്രെയിൻ ലേറ്റാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്നെ കൊണ്ടുവന്ന ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരുന്നു. അങ്ങനെ ഇച്ചൂസ് കഴിക്കാൻ തുടങ്ങിയതുകൊണ്ടാ ട്രെയിനും വന്നു. ട്രെയിൻ ലേറ്റ് ഒന്നും അല്ലായിരുന്നു കേട്ടോ. കറക്റ്റ് ടൈമായിരുന്നു. ഞങ്ങൾക്ക് ചെറിയതായിട്ടൊന്ന് തെറ്റിപ്പോയതാണ്. പിന്നെ ഞങ്ങൾ വേഗം ആ ദോശനെയൊക്കെ പാർസൽ ചെയ്തിട്ട് ട്രെയിനിൽ കയറി. അപ്പോഴും ഞാൻ എൻ്റെ പെട്ടി എടുത്തോളാന്നും മണ്ട ഇച്ചു നിൽക്കുന്നത്. പിന്നെ എങ്ങനെയൊക്കെ ഇച്ചുവിനെ അച്ഛൻ പെട്ടെന്ന് എടുത്തു. അങ്ങനെ ഞങ്ങൾ നീണ്ട ബായും പറഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ. അപ്പോൾ ഞങ്ങളുടെ എയർ കാർഡ് വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ബൈ.